ഷിനോജ് എസ് കൂടി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, തോമസ് പീലിയാനിക്കൽ എന്ന വ്യക്തിയാണ് ഈ പരാതി നൽകിയത് പോലീസിന്. ആരാണ് ഈ തോമസ് പീലിയാനിക്കൽ? അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? കറുകച്ചാൽ സ്വദേശിയാണ് ഈ തോമസ് പീലിയാനിക്കൽ. അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിൽ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നിലവിൽ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൊതുപ്രവർത്തകൻ അതുപോലെ തന്നെ വിവരാവകാശ പ്രവർത്തനമൊക്കെ ആയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം കറുകച്ചാൽ പോലീസിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അൻവറിനെതിരെ ഇത്തരത്തിൽ കേസ് എടുക്കണം, പ്രത്യേകിച്ച് അദ്ദേഹം ഈ പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഫോൺ ചോർത്തൽ അൻവർ നടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം MLA പണികൾ മാത്രം ചെയ്താൽ മതി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ഒരു പരാതി നൽകിയത്. BNS 192 ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഫോൺ ഇത്തരത്തിൽ അൻവർ ചോർത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പുറത്തുവിട്ട് കലാപത്തിന് ശ്രമിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നു. എന്തായാലും അൻവർ തന്നെ നേരത്തെ പറഞ്ഞതാണ് തനിക്കെതിരെ പണി വരുന്നുണ്ട്, തന്നെ കുടുക്കുന്നതിന് വേണ്ടി, തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ശ്രമങ്ങൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ അൻവർ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കെണിയാണോ എന്ന സംശയങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം നിലവിലില്ല. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഒന്നും ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, അമലും ഷിനോജുമാണ് വിവരങ്ങൾ നൽകിയത്.